രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേമത്ത് നടത്തി. നേമത്ത് വലിയ വിജയം നേടാൻ കഴിയുമെന്ന് രാജീവും പ്രതീക്ഷിക്കുന്നുണ്ട്, ബി.ജെ.പിയുടെ പ്രവർത്തകരും പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമാണല്ലോ ചേട്ടൻ എപ്പോഴും സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ 80 തൊട്ടുള്ള ബി.ജെ.പിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. പാർട്ടിക്ക് പാർലമെന്ററി ബോർഡുണ്ട്, പാർട്ടി പാർലമെന്ററി ബോർഡാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതും പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ പിണറായി പറയും പോലെ ഞാൻ ഇവിടെ മത്സരിക്കുന്നു, ഞാൻ ധർമ്മടത്ത് മത്സരിക്കുന്നു എന്ന് പറയാൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാധാരണഗതിയിൽ സാധിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു രീതി എടുത്തിട്ടുണ്ടാവാം, അത് പാർട്ടി നേതൃത്വം കൂടെ അറിഞ്ഞിട്ടും ഉണ്ടാവാം. അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് നേമത്താണെന്നാണ്. നേമം മണ്ഡലത്തിന്റെ ഒരു ഡെമോഗ്രാഫി നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക്, അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ശശി തരൂര് തിരുവനന്തപുരത്തിന്റെ MP ആയിട്ട് തുടരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേമം മണ്ഡലമാണ്. കാര്യം നേമം മണ്ഡലത്തിലെ വോട്ട് എണ്ണുമ്പോഴത്തേക്കാണ് പലപ്പോഴും ശശി തരൂര് മുന്നിൽ പോകുന്നത്. പലപ്പോഴും രാജഗോപാൽ മുന്നിൽ പോകുമ്പോഴത്തേക്കും ശശി തരൂര് പുറകോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് നേമം മണ്ഡലം എണ്ണുമ്പോഴത്തേക്ക് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടൊക്കെ കൃത്യമായിട്ട് വീഴുന്നു എന്നുള്ളത്. ഇപ്പം നേമം മണ്ഡലത്തിന്റെ അദ്ദേഹം ഒരു മുൻ വ്യോമസേന കമാൻഡറുടെ മകനാണ്. അദ്ദേഹത്തിന് തന്ത്രങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നേമം പോലുള്ളൊരു മണ്ഡലത്തെ ഇട്ട് ആൾക്കാരെ ശ്രദ്ധ തിരിപ്പിച്ചിട്ട് ചിലപ്പോൾ പുള്ളിക്കാരൻ അവസാനം വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വട്ടിയൂർക്കാവ് ഒരു ക്ലിയർ ആയിട്ടൊരു സ്ഥാനാർത്ഥി ഇപ്പോഴും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ശ്രീ സുരേഷ് ആയിരുന്നു നേരത്തെ വട്ടിയൂർക്കാവിൽ മത്സരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അപ്പോൾ അവിടെ മത്സരിക്കാൻ സുരേഷും ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥി അല്ല എന്ന് ഇന്നലെ അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. ഞാൻ ഇലക്ഷനിൽ ഇല്ല, പകരം ഇലക്ഷൻ തന്ത്രം മെനയുന്നതാണ് എൻ്റെ ജോലി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കിങ് അല്ല, കിങ് മേക്കർ ആകാനാണ് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുകയും അവസാന കാര്യം ബി.ജെ.പി കേരളത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അല്ല ഈ കേരളത്തിലെയും ഈവൻ തമിഴ്നാട്ടിലെയും ചില അവസ്ഥകൾ. കാര്യം ബി.ജെ.പി ജയിക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും അത് തോൽപ്പിക്കാനും അവർ അക്കൗണ്ട് തുറക്കാതിരിപ്പിക്കാനും എല്ലാ പേരും ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥ നമ്മൾ കാണും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെ കയറിയ 2020 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് ശർമ്മയുടെ ഭാര്യ പോലും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഒരു അവസരം വന്നു. കാര്യം അവർ കപ്പും സാസറും ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴത്തേക്ക് കൂടുതൽ വോട്ട് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടിനേക്കാളും കൂടുതൽ കിട്ടി. കാര്യം അവർ ഉദ്ദേശിച്ചത് ഇപ്പുറത്ത് കോൺഗ്രസിന്റെ വോട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 2020 തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതേ അവസ്ഥയാണ് 2020 കുന്നത്ത് നാടിൽ കാണുന്ന അതേ അവസ്ഥയാണ് കേരളത്തിൽ മൊത്തത്തിൽ ബി.ജെ.പിയും നേരിടുന്നെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് ഒരു കാര്യമില്ലാത്ത 35-40 മണ്ഡലങ്ങളുണ്ട്. അവർക്ക് 10,000-ൽ താഴെ മാത്രം ബി.ജെ.പിക്ക് വോട്ട് കിട്ടുന്നത്. അതെല്ലാം അവർ തവണ ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. അവർ 90 താഴെ സീറ്റുകൾക്ക് മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തുള്ള കണക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടാണ് ഹെലികോപ്റ്ററിൽ നടന്ന്. ഇത്തവണ എന്താണെന്ന് മഞ്ചേശ്വരത്ത് പ്രചരണത്തിന് ഹെലികോപ്റ്റർ കൊടുക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ തവണ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് മഞ്ചേശ്വരത്ത് കോന്നിയിലും മത്സരിച്ചിട്ട് സുരേന്ദ്രൻ അതിഭംഗിയായിട്ട് തോറ്റു. മാത്രം നിസ്സാരമായ വോട്ട്. എനിക്ക് തോന്നുന്നു പിന്നീട് കോടതി വിധി അനുസരിച്ചിട്ട് 38 വോട്ടുകളും കൂടെ അവർ അസാധുവാക്കി. പക്ഷേ ഇയാളെ ജയിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ട് പോയി. കാര്യം ആ മണ്ഡലം തന്നെ നേരെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതേപോലെയുള്ള ചില ഈ കൂടെ നിൽക്കുന്നവർ പൊക്കി വിടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അന്ന് സുരേന്ദ്രൻ അങ്ങനെ ഒരു വെയ്റ്റ്ലെസ് ഫീലിംഗ് ആണ്. 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത് 2 മണ്ഡലവും ഭംഗിയായിട്ട് തോറ്റു. അതിൽ മഞ്ചേശ്വരത്തെ തോൽവി വളരെ ദയനീയമായ തോൽവി, സ്വയം വരുത്തി വെച്ച ഒരു തോൽവിയായി. 700 വോട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ ഈ നേരത്തെ നമ്മൾ നേമമണ്ഡലത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോഴത്തേക്ക് നേമത്ത് 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM പൊടുന്നനെ 1-ാം സ്ഥാനത്ത് വരികയും ശിവൻകുട്ടിയെ പോലെയുള്ള ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരു നേതാവിനെ ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് അന്ന് വടകര MP അന്ന് വടകര MP സ്ഥാനം രാജിവെച്ചിട്ട് വടകര MP ആയിരിക്കെ തന്നെ നേമത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ മുരളീധരൻ കാണിച്ച ഔത്സുക്യമാണ്. അപ്പോൾ അന്ന് കെ മുരളീധരന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ശിവൻകുട്ടി ജയിക്കരുതെന്നല്ല,
കുമ്മനത്തിന്റെ അക്കൗണ്ട് പൂട്ടിക്കുക, അല്ലെങ്കിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക, കുമ്മനത്തെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് മുരളീധരൻ ആ മണ്ഡലത്തിലോട്ട് വന്നത്. അദ്ദേഹത്തിനും കാര്യം ആ മണ്ഡലം കരുണാകരന്റെ പഴയ മണ്ഡലമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു 10-15,000 വോട്ടെങ്കിലും ഉണ്ടാവും. ആ വോട്ട് അദ്ദേഹത്തിന്റെ പരിധിയിലോട്ട് കൊണ്ടുവരികയും അങ്ങനെയാണ് ഈ കേരളത്തിൽ നമ്മൾ ഈ കണ്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ കഴിഞ്ഞ 5 വർഷം ചുമക്കേണ്ടി വന്നതിന്റെ പാപഭാരം എന്തായാലും കെ മുരളീധരനാണ്. അത് സ്വന്തം കയ്യിലിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തെ നശിപ്പിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുടിയാൻ നേരത്ത് മുച്ചീർപ്പം കുറുക്കുന്ന മാതിരി അദ്ദേഹമാണ് എല്ലായിടത്തും ഒരു സ്പോയിലർ ഗെയിം കളിക്കുന്ന ഒരാളാണ് ശ്രീ കെ മുരളീധരൻ. എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടൊരു കാര്യം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല, എല്ലാം സ്പോയിലിംഗ് ആണ്. അപ്പോൾ നേമത്തും ഏതെങ്കിലും ഒരു നല്ല കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തി, ചിലപ്പോൾ ശക്തനെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് നല്ല വോട്ട് കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ CPM ജയിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാര്യം പ്രധാനപ്പെട്ട ഈ 3 ഏരിയകളുണ്ട്: മാണിക്യവിളാകം, ഭീമാപ്പള്ളി, പൂന്തുറ. മാത്രമല്ല മറ്റു കടലോര പ്രദേശങ്ങളുണ്ട്, വിഴിഞ്ഞം പോലുള്ള ചില കടലോര പ്രദേശങ്ങളിൽ. ഇവിടെയൊക്കെ ഈ BJP വിരുദ്ധ വോട്ടിന് അവർ തയ്യാറെടുക്കും. കാര്യം പള്ളിയിൽ നിന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം വരും, നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യും, അതിനനുസരിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ പൂന്തുറ, വലിയവർ, ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാടുള്ളതാണ്. അപ്പൊ ഇത് ഈ നിയമമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറെ സ്ഥലങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നിയമത്തെ RSSന്റെ അപ്രൈസിങ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം ഉള്ള വോട്ടുകൾ BJPക്കെതിരായിട്ട് വോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിൽ, ജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയിലോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നിയമം വീണ്ടും BJPക്ക് തോൽക്കാനുള്ള വിധി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശക്തമായിട്ടുള്ള കണക്കുകൂട്ടൽ. അല്ല, ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും BJPക്കായിരുന്നു 1ാം സ്ഥാനം. ഞാൻ പറയുന്നത് ഈ അവസ്ഥകൾ വരുമ്പോഴത്തേക്ക്, അതായത് ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ, ത്രികോണ മത്സരം അല്ല, ഇതൊരു ഒറ്റപ്പെടുത്തുന്ന ഒരു മത്സരമാണ്. ത്രികോണ മത്സരം വീണ്ടും ഒരു നല്ല അന്തസ്സുള്ളതാണ്. ത്രികോണ മത്സരം എന്ന് വെച്ചാൽ 3 പേരും അവരവരുടെ ശക്തി കാണിക്കുന്നതാണ്. ഞാൻ വർക്ക് ചെയ്ത ഒരു ഇലക്ഷനായിരുന്നു വട്ടിയൂർക്കാവിലെ ഇലക്ഷൻ. വട്ടിയൂർക്കാവിലെ ഇലക്ഷന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കംപ്ലീറ്റ് വട്ടിയൂർക്കാവിലെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കംപ്ലീറ്റ് കോൺഗ്രസിലോട്ടും മാറി എന്നുള്ള കാര്യം. ഞാൻ അന്ന് പോകുമ്പോഴത്തേക്ക് ഈ AKG സെന്ററിൽ ഇരിക്കുന്ന സ്ഥലത്ത് പോലും, അവിടത്തുള്ള ബൂത്തിൽ പോലും CPMന്റെ പ്രവർത്തകർ ഇല്ലാത്തൊരവസ്ഥകൾ. ആ സമയത്ത് തന്നെ ഞാൻ കുമ്മനം രാജശേഖരൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ CPMന്റെ ആൾക്കാർ മുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു 5000 വോട്ടിന് ജയിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം 5000 വോട്ടിന് തോറ്റു. കാര്യം എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അപ്പം വട്ടിയൂർക്കാവ് എന്തുകൊണ്ട് മുരളി ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ശ്രീ കെ മുരളീധരൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു, പബ്ലിക് ഡൊമൈനിൽ തന്നെ പറഞ്ഞു, ഞാനത് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയെ കണ്ട് വോട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇത്രയും വൃത്തികെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ എപ്പോഴും സാധ്യതയുള്ളതാണ് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ. എന്ത് വൃത്തികെട്ട അഡ്ജസ്റ്റ്മെന്റിനും കെ മുരളീധരനെ പോലുള്ള ഒരാൾ പോവുകയും CPMന്റെ വോട്ട് വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് ഇതേ കാര്യം എന്തുകൊണ്ട് നിയമത്ത് നടക്കുന്നില്ല? ഇപ്പോൾ നമ്മളെ ഈ 20 വർഷമായിട്ട് നമ്മുടെ ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടിരിക്കുന്ന അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പുറത്തല്ല. BJPയെ ഒഴിവാക്കുക. കാര്യം CPMന് ഒരിക്കലും മേലിലോട്ട് വരാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് BJP ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ BJP വിരുദ്ധർക്ക് എല്ലാവർക്കും അവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോം, BJP വിരുദ്ധ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് ജയിക്കാൻ സാധ്യതയുള്ള ആൾക്ക് ജയിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ്. ആ പാറ്റേണിന് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന സ്ഥലം നിയമമണ്ഡലത്തിന്റെ ചില വാർഡുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇറക്കിയായിരുന്നു, അദ്ദേഹം തോക്കും അന്ന് തന്നെ. കാര്യം എനിക്ക് 2 പ്രാവശ്യം ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ തോൽപ്പിക്കാനും അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനും ഒക്കെയാണ് സതീശനെ പോലുള്ളവർ ആദ്യം തൊട്ടേ ശ്രമിക്കുന്നത്. അദ്ദേഹം എല്ലാവരുടെയും ഒരു പൊതുശത്രുവാണ്. പിണറായിയുടെയും സതീശന്റെയും ഇവർ രണ്ടുപേരും രാവിലെ വാതുറക്കുന്നത് ചന്ദ്രശേഖരനെ. കാര്യം കേരളത്തിലുള്ള മറ്റ് നേതാക്കളെയൊക്കെ അവർക്ക് ഒരു പരിധി വരെ മെരുക്കാനും KJP ആക്കാനും CJP ആക്കാനും ഒക്കെ ഒരു സാധിച്ചിരുന്നു. ചന്ദ്രശേഖർ ആ ബ്രാക്കറ്റിൽ വരുന്നില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം കയറി നിന്ന നിൽപ്പും അവിടുന്ന് സംസാരിച്ച രീതിയൊക്കെ CPMനും കോൺഗ്രസിനും അവിടെ കയറാനേ പറ്റിയില്ല. CPMന് ഒരു അടി കിട്ടിയതുപോലെയായി. അപ്പം ഈ പൊതുശത്രുവിനെതിരായിട്ട് നമ്മൾ യോജിക്കുക എന്നുള്ളത് പഴയ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമാണ് EMS.
ഇപ്പോൾ പൊതുശത്രുവായിട്ട് അവർ രാജീവ് ചന്ദ്രശേഖരനെ കാണുകയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരുടെയും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒരു ദിവസത്തെ ആദ്യത്തെ പ്രയോറിറ്റി രാജീവ് ചന്ദ്രശേഖർ തോറ്റു കാണുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് അവരുടെ എല്ലാ ശക്തിയും ഈ മണ്ഡലത്തിലെ BJP വിരുദ്ധ വോട്ട് കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിക്കുകയും അത് തന്ത്രപരമായിട്ട് വോട്ട് ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.